ഹലോ ഗൈസ്, ഈ രാത്രി 11:45 ഞാൻ ബാത്റൂമിൽ കിടന്ന് എന്തിനാണ് കറങ്ങുന്നത് നോക്കുകയാണ് ഗൈസ്. വേറൊന്നുമല്ല, എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ നാളെ. അതുകൊണ്ട് രാത്രി 12 മണിക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുക. സമയം ഇപ്പം ഏകദേശം 11:59 ഞാൻ കേക്കും എല്ലാം എടുത്ത് റെഡിയായി. കുഞ്ഞിനെ നോക്കുന്ന ബിസിയിലും ടെൻഷനിലും അവൾ ഈ പ്രാവശ്യം ബർത്ത്ഡേ വരുന്ന കാര്യം മറന്നെന്ന് തോന്നുന്നു. അങ്ങനെ എക്സാക്റ്റ് 12 മണിയായപ്പോൾ ഞാൻ കേക്ക് കൊടുത്തുകൊണ്ട് പോയി. അവൾ എക്സ്പെക്റ്റേ ചെയ്തിട്ടില്ലായിരുന്നു ഈ കാര്യം. കേക്ക് ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് കൊണ്ടുപോയിട്ടില്ല. ഞാൻ ഓർഡർ ചെയ്ത് 10 മിനിറ്റ് മുമ്പ് വരുത്തിച്ച് ഞാൻ ബാത്റൂമിൽ സമയമാവുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. വീട്ടിലുള്ള ആർക്കും അറിയില്ലായിരുന്നു ഞാനിങ്ങനെ കേക്ക് സർപ്രൈസ് കൊടുക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ആരും ഇല്ലാത്ത. പിന്നെ ഞാൻ പോയിട്ട് അനിയത്തെ വിളിച്ച് അവളെ ഉണർത്തി കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ്. ഇപ്പം ഞാൻ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. പറഞ്ഞില്ല സർപ്രൈസ്. അങ്ങനെ അനിയത്തി ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റ് വന്ന് ഞാൻ ആദ്യം ഓർത്ത് കേക്കിൻ്റെ മണ്ടക്കൊട്ടി വീഴുന്നത്. പിന്നെ മനസ്സിലായി അവൾക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പോയാന്ന്. അങ്ങനെ കേക്കിൻ്റെ ഭംഗിയെല്ലാം നോക്കി കേക്ക് കട്ട് ചെയ്യിപ്പിച്ചു ഞങ്ങൾ. ഇതേ കണ്ടോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഞാനും എല്ലാവരും ഓരോ പീസ് എടുത്ത് കഴിച്ചു. കുഞ്ഞിന് കൊടുക്കാൻ പറ്റില്ല, കാരണം അവൻ ഇനിയും ചോറൂണ് കഴിഞ്ഞിട്ടില്ല. അതൊരു വിഷമം ഉണ്ടായിരുന്നു. അവനെ കൈ ഇരുത്തിയിട്ട് അവന് കേക്ക് കൊടുക്കാതിരുന്നു ഞങ്ങൾ. അങ്ങനെ ഇന്നത്തെ സെലിബ്രേഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി ഒരാളുടെ ബർത്ത്ഡേയും കൂടെ ഉണ്ട് ഇന്ന്, എൻ്റെ അനിയത്തിയുടെ. അവളുടെ വീഡിയോ വീട്ടിലെടുത്ത് കാണും. ആ വീഡിയോ കിട്ടുവാണെങ്കിൽ ഞാൻ നാളെ വേറെ വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതേ ഉള്ള ഇന്നത്തെ വിശേഷം. ബൈ.